യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്നലകളിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി കാണുവാൻ ദൈവത്തെ കാത്തിരിക്കുന്നവരെ, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ മടുത്തു പോകരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. മറുപടി കാണുന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. ഹന്ന ആലയത്തിൽ വന്ന് ദൈവസന്നിധിയിൽ ഹൃദയം പകരുമ്പോൾ അവൾ വാടിയ മുഖത്തോടെ കണ്ണുനീരോടെ തന്നെയാണ് ആലയത്തിൽ സമയം ചെലവഴിച്ചത്. എന്നാൽ മറുപടി ലഭിച്ച പകൽ അവൾ ആനന്ദത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. മറുപടി ലഭിക്കുന്ന സമയത്ത് വലിയ ആനന്ദമുണ്ടാകും. ഇപ്പോൾ അല്പം വേദനയും ഭാരമൊക്കെ ജീവിതത്തിലുണ്ട്. എങ്കിലും നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വചനത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് തന്നെ യാത്ര ചെയ്യണം. നിങ്ങളുടെ മുൻപിലെ ചെങ്കടൽ വഴിമാറാൻ പോവുകയാണ്. ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ചത് കനാൻ ദേശത്തേക്കാണ്. പാലും തേനും ഒഴുകുന്ന കനാൻ, ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശം. എന്നാൽ അവർ മുൻപോട്ട് ചുവട് വയ്ക്കും തോറും അവർ കണ്ടത് തടസ്സങ്ങളാണ്. നിങ്ങളുടെ മുൻപിൽ ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ നടന്നടുക്കും തോറും മുൻപിൽ തടസ്സങ്ങൾ, ചെങ്കടൽ അവരുടെ വഴിയാത്രയിൽ തടസ്സമായി നിൽക്കുമ്പോൾ ആ ചെങ്കടൽ കണ്ടവർ പതറിപ്പോയി. ദൈവം മോശയോട് പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളോട് മുൻപോട്ട് പോകാൻ പറ. അത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയും, നീ മുൻപോട്ട് പോ. ദൈവത്തിൻ്റെ ആലോചന കേട്ട് നാളിതുവരെയും നീ ചുവടുകൾ വെച്ചു. നീ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ വെച്ചു. നീ ദൈവത്തിനായി കാത്തിരുന്നു. നിൻ്റെ ജീവിതം മുഴുവൻ നീ മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടിയാണ്. അവൻ നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. ചെങ്കടലിൻ്റെ നടുവിൽ ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു. പാട്ടോടെ ആർപ്പോടെ അവർ ദൈവത്തെ സ്തുതിച്ചു. അതെ, അങ്ങനെ ഒരു അനുഭവം ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഈ ചെങ്കടൽ നിൻ്റെ മുമ്പിൽ ഒരു തടസ്സമായി നിൽക്കുകയില്ല. ദൈവം അതിന് നടുവിൽ നിനക്കൊരു വഴി മറച്ചു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇത് കനാനിലേക്കുള്ള യാത്രയാണ്. പാട്ടോടെ നൃത്തത്തോടെയൊക്കെ അവർ ചെങ്കടൽ കടന്നെത്തിയത് ശൂർ മരുഭൂമിയിലാണ്. അല്പം മുൻപോട്ട് ചുവട് വിളിച്ചപ്പോൾ അവർ കണ്ടത് മാറയാണ്, കയ്പുള്ള വെള്ളം. ദാഹിച്ചു വരേണ്ട ജനത്തിന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടികൾ ഇന്ന് പകൽ കാണുന്നില്ലായിരിക്കാം. പ്രതികൂലമായ ചില സാഹചര്യങ്ങളായിരിക്കാം മുൻപിലുള്ളത്. നിങ്ങൾ ഒരിക്കലും പിറുപിറുക്കരുത്, നിങ്ങൾ തളരരുത്. നിങ്ങൾ ഒന്ന് കണ്ണടച്ച് ധ്യാനിക്ക്. ഇത് ദൈവത്തിൻ്റെ വഴിയല്ലേ? ദൈവമല്ലേ നിങ്ങളെ വിളിച്ചത്? ഇസ്രായേൽ മക്കൾ അങ്ങനെയൊക്കെ ചിലർ പിറുപിറുക്കുമ്പോഴും അവർ പോകുന്ന വഴിയിൽ അവരുടെ തലയ്ക്ക് മുകളിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വഴിയിലാണ് നിങ്ങൾക്കിന്നൊരു വേദനയുണ്ടായതെങ്കിൽ, ദൈവം വിളിച്ചിറക്കിയ അതേ പാതയിലാണ് നിങ്ങൾക്കൊരു കയ്പിൻ്റെ അനുഭവം ഉണ്ടായതെങ്കിൽ, അതിന് ഉത്തരവാദി ദൈവം കൂടിയാണ്. ഉത്തരവാദിത്വത്തോടെ പിതാവ് പ്രവർത്തിക്കും. ദൈവം ചില പരീക്ഷകളിലൂടെ കടത്തിവിടുന്നതിൻ്റെ പുറകിൽ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന് അറിഞ്ഞുകൊള്ളണം. അതേ, മധുരമാകാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ചില ശോധനകൾ, ചില പരീക്ഷകൾ ഈ വഴിക്കകത്തുണ്ടെങ്കിലും നിങ്ങൾ നിരാശപ്പെടരുത്. അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിൽ എന്താണ് അബ്രഹാം പറയുന്നത്?
നീണ്ട 25 വർഷക്കാലം കാത്തിരിക്കുന്ന മനുഷ്യൻ 24 വർഷവും കാത്തിരുന്നിട്ട് ഒന്നും നടന്നില്ലെന്നാണോ പറയുന്നത്? 24 വർഷവും ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, ദൈവം മിണ്ടിയില്ലെന്നാണോ അബ്രഹാം പറഞ്ഞത്? അങ്ങനെയല്ല. 24 വർഷത്തിൽ കാത്തിരിപ്പിൽ തനിക്ക് മറുപടി ലഭിച്ചില്ലെന്നോ ദൈവം പ്രതികരിച്ചില്ലെന്നോ ഒന്നുമല്ല. അബ്രഹാം പറയുന്നത്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാൻ ശക്തനാണ്. അവൻ ഈ 100-ാമത്തെ വയസ്സിലും പ്രവർത്തിക്കും. അതേ, അടുത്ത നിമിഷങ്ങളിൽ അബ്രഹാം പ്രതീക്ഷയിലാണ്. ദൈവം അടുത്ത നിമിഷത്തിൽ എനിക്ക് വേണ്ടി ചിലത് ചെയ്യും. അതെ, ദീർഘക്ഷമ, വിശ്വാസം നമുക്ക് അനിവാര്യമാണ്. തൊട്ടു മുൻപിൽ വാഗ്ദത്തമുണ്ട്. നിങ്ങൾ തളർന്നു പോകരുത്. ക്ഷമയോടെ കാത്തിരിക്കുക, വിശ്വാസത്തോടെ കാത്തിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യും. ഇന്നുവരെ നിൻ്റെ ജീവിതത്തിൽ കാണാത്ത പുതിയത് തൊട്ടു മുൻപിലുണ്ട്. വിശ്വസിക്കുക, മുൻപോട്ട് തന്നെ പോവുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.